ക്ലാസ്സസ് ആണ്. അപ്പൊ എല്ലാവരും സ്കൂളിലൊക്കെ പോയി തുടങ്ങിയല്ലോ അല്ലെ. പുതിയ സ്കൂളാണ്, ബുക്കുകൾ പുതിയതാണ്, ബാഗ് കൊട എല്ലാം വാങ്ങി നമ്മൾ ഉഷാറായിട്ട് സ്കൂളിൽ പോയി തുടങ്ങി അല്ലെ. എങ്ങനെയുണ്ടടാ ക്ലാസ് ഒക്കെ? അടിപൊളിയാണോ? ഇപ്പൊ പുതിയ ടീച്ചർ വന്നു. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തുകൂടെ ഉണ്ട് ഈ ഒരു വർഷം? നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് വന്നിട്ടുള്ളത് അല്ലെ. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ട് കാണുമല്ലോ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് പുറം ചട്ടയൊക്കെ ഇട്ട് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് ഭംഗിയായി കൊണ്ടുനടക്കും അല്ലെ. ആരെങ്കിലും തുറന്നു നോക്കിയോ? ബുക്കൊക്കെ തുറന്നു നോക്കിയോ? ഓക്കെ. അപ്പൊ മാത്സിലെ നമുക്ക് ഈ വർഷം പുതിയ ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. ഇപ്പൊ മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ മക്കൾക്ക് ഭയങ്കര പേടിയല്ലേ. കുറെ പേരുണ്ട് മാത്സ് ഭയങ്കര ടഫാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ. ആക്ച്വലി മാത്സ് ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റർ ആണ് ഒരുമിച്ച് പഠിച്ചു തുടങ്ങിയാൽ. ഓക്കെ. അപ്പൊ ഈ ഒരു വർഷം എന്ത് ചെയ്യാം? നമുക്ക് അടിച്ച് പൊളിച്ച് മാത്സിലെ എല്ലാ ചാപ്റ്റേഴ്സും ഈസി ആക്കി പഠിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഏതൊക്കെയാ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിയായിരുന്നോ? നമ്മുടെ മാത്സിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാ? ഫസ്റ്റ് ചാപ്റ്റർ രൂപങ്ങൾ വരയ്ക്കാം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ. അടിപൊളി ചാപ്റ്റർ ആ മിസ് നോക്കിയായിരുന്നു. നമുക്ക് വരയ്ക്കാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കില്ലേ, ഒരുപാട് ചിത്രങ്ങൾ അതിൽ വരയ്ക്കാനുണ്ട്. കുറെ പുതിയ പുതിയ ഷേപ്പിനെ പരിചയപ്പെടാനുണ്ട്. നമുക്ക് ചുറ്റും ഒരുപാട് ഷേപ്പുകളില്ലേ, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ്? നമ്മൾ കളിക്കുന്ന ബോളിനൊരു ഷേപ്പ് ഉണ്ട്, നമ്മൾ കഴിക്കുന്ന സമൂസയ്ക്ക് ഒരു ഷേപ്പാണ് അല്ലെ, സാൻഡ്വിച്ചിന് ഒക്കത്തിന് ഓരോ ഷേപ്പുകൾ. ഇതൊക്കെ മാത്സിൽ ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്, നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അപ്പൊ ഇതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ ചാപ്റ്റേഴ്സ് നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്. നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ കൂടെ കൂട്ടേണ്ട ആൾക്കാരുമാണ് ആര്? നമ്പേഴ്സ് എന്ന് പറയുന്നവരെ. അപ്പൊ അവരെ നമുക്ക് കൂടെ കൂട്ടാം. സംഖ്യകൾ കൂട്ടുകാർ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററില് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്പേഴ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ. അപ്പൊ നമ്പേഴ്സിനെ പറ്റി പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? രൂപങ്ങൾ വരയ്ക്കാം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ചുറ്റുമുള്ള രൂപങ്ങളെ പറ്റിയാണ് പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്താണ്? നമ്പേഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് ആയി മാറുകയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഫസ്റ്റ് ഉള്ള 2 ചാപ്റ്റർ തന്നെ അടിപൊളിയല്ലേ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അല്ലേ അത്. ഓക്കെ. അപ്പൊ അതിൽ കുറെ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? നമ്മളെ ചാനൽ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ അതിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആവുന്ന രീതിയിൽ നമ്മൾ ഇട്ട് തരും. അപ്പൊ അതൊക്കെ കണ്ടോണ്ടിരിക്കുക കേട്ടോ. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ തൗസൻഡ്സ്, ആയിരങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1000. നമുക്ക് ഇതുവരെ നമുക്ക് ചെറിയ ചെറിയ നമ്പേഴ്സ് അല്ലേ അറിയുന്നുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വലിയ വലിയ നമ്പേഴ്സ് ആണ്. ആയിരങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ അഡിഷൻ ഉണ്ട്, അളക്കാനുണ്ട്. കറക്റ്റ് നമ്മളെ മെഷർ, നമ്മളെ ഹൈറ്റ് എത്രയാണ് അല്ലെ, നമുക്ക് മെഷർ ചെയ്യാൻ അറിയണ്ടേ. നമ്മൾ വലിയ കുട്ടികളായില്ലേ, 3ാം ക്ലാസ്സിൽ എത്തിയല്ലോ അല്ലെ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യണം? അളക്കാനൊക്കെ അറിയണം. നമ്മൾ എത്രയാണ്, നമ്മളുടെ ഹൈറ്റ്, നമ്മുടെ നീളം എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ മേശയുടെ നീളം എത്രയാണ്, അങ്ങനെ ഓരോ സാധനങ്ങൾ അളക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ ഒരു വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ പാർട്ട് 1 മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അടിപൊളി ചാപ്റ്റേഴ്സ് ആണ്. പുതിയ പുതിയ കാര്യങ്ങൾ കുറേ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് ഈ ചാനലിലൂടെ പഠിച്ചു തുടങ്ങാം. ഓക്കെ. അപ്പൊ മക്കളൊക്കെ റെഡി ആണല്ലോ അല്ലെ. അപ്പൊ ഈ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ചാപ്റ്റേഴ്സിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കും. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്നത് നമ്മളെ കൂടെ തന്നെ നിങ്ങൾ നിന്നിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. അപ്പൊ റെഡി അല്ലേടാ എല്ലാവരും? ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പൊ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം, മിസ്സും കൂടെ ഉണ്ടാവും. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. ബൈ.